പ്രായത്തിന്റെ ചോര തിളപ്പ്. അതെ അതെ. എന്നിട്ട് ഒരു വർഷം അപ്പോൾ ഒന്നും ചെയ്യാനായില്ല. ഇല്ല ഒന്നും ചെയ്യാൻ. പിന്നീട് റിക്കവർ ചെയ്തു. ഓക്കെ, ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് എന്താ ചെയ്തത്? അതായത് മാനുവൽ ട്രെയിനിങ്ങും റോബോട്ടിക് ട്രെയിനിങ്ങും ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡൽ. എന്താണ് ആ മോഡലിന്റെ പേര്? ഞാൻ അതിന് പേരിട്ടത് സ്കാൽപെക്സ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു. സ്ഥാപനത്തിന്റെ പേര് തന്നെയായിരുന്നു ആ ഒരു റോബോട്ടിന് ഞാൻ നൽകിയ പേര്. ശരി, എന്താണ്? സ്കാൽപെക്സ് ഗ്ലോബൽ. അറ്റ് എ ടൈം ഇമാജിൻ 1000 പേരുണ്ടെങ്കിൽ താങ്കൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഈ 1000 പേർക്ക് ട്രാൻസാക്ഷൻ ബാധകമാണ്. അതെ. താങ്കൾ ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്തത് 10,000 രൂപയ്ക്കായിരിക്കും. പക്ഷേ എൻ്റെ ഇതിൽ വെച്ച് 10 ലക്ഷമാണെങ്കിൽ താങ്കൾക്ക് 10,000 രൂപയുടെ ലാഭം ഉണ്ടാവുന്ന പോലെ എൻ്റെ 10 ലക്ഷത്തിന്റെ ലാഭമാണ് അവിടെ ഉണ്ടാവുക. അതെ അതെ അതെ. പെർസെൻറ്റേജ് വൈസിൽ പെർസെൻറ്റേജ് അലോക്കേഷൻ മെത്തേഡ് എന്നാണ്. അതാണ് റോബോട്ടിക് ട്രേഡിംഗ് എന്ന് പറയുന്നത്. റോബോട്ടിക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സോഷ്യൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. ശരി, ഒരു ബിസിനസ് മോഡൽ എന്ന നിലയ്ക്ക് ജാസിറിന് ഇത് ലാഭകരമായോ? എത്ര കസ്റ്റമേഴ്സ് വന്നു ഇതിനിടയിൽ? കറന്റ് ഒരു